ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം കാണുന്നതാണ് ബ്ലൂ പി ടി. എന്താണ് ബ്ലൂ പി ടി? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ബ്ലൂ പി ടി. നമുക്ക് ഈസി ആയിട്ട് പറയാമെങ്കിൽ നമ്മുടെ ശംഖുപുഷ്പ ചായയാണിത്. പക്ഷേ ശംഖുപുഷ്പം കൊണ്ട് ചായ മാത്രമല്ല, നമുക്ക് ഒരുപാട് മെഡിസിനൽ യൂസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണാറുണ്ട്, നീലയുണ്ട്, വെള്ളയുണ്ട്. അതിലേതിനാണ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ രണ്ടിനും അതിൻ്റേതായ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നോർമലി നമ്മൾ ശംഖുപുഷ്പം കഴിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. കൂടുതലായിട്ട് സ്ട്രെസ് ഉള്ളത്, കോർട്ടിസോൾ ലെവലുള്ള ആൾക്കാർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും, ഡിപ്രഷന്, ടെൻഷന്, അതേകൂട്ട് ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ ചായയോ അല്ലെങ്കിൽ അതേ കൂട്ട് ഡ്രിങ്കായിട്ട് കഴിക്കുന്നതും എല്ലാം നല്ലതാണ്. അതേ കൂട്ട് തന്നെയാണ് കോൺസെൻട്രേഷൻ കൂടാൻ, അത് മെമ്മറി പവർ കൂട്ടാനാ, ഇതെല്ലാം ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ മിക്ക ആൾക്കാരിലും കാണുന്ന സെക്ഷൽ പ്രോബ്ലംസ്, എസ്പെഷ്യലി ടൈമിങ് കിട്ടാനും എല്ലാം നമുക്ക് ശംഖുപുഷ്പം ഒരുപാട് സഹായിക്കും. അതിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. ഞാൻ ഡോക്ടർ വിദ്യാ പ്രസന്ന, പ്രാണ നാച്ചുറൽ ഹോസ്പിറ്റൽ, നാച്ചുറോപ്പതി ഫിസിഷ്യൻ, കൊല്ലം. എല്ലാവരിലും ചോദിക്കുന്ന ഒരു ഇതാണ്, ഡോക്ടറെ നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കിപ്പോൾ കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്കാകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവ്, മെമ്മറി ലോസ്, അങ്ങനെയൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേരെടുക്കുക. അത് നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒരു 1-2 ടീസ്പൂൺ എടുത്ത് അതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. 1-2 ടീസ്പൂൺ നീരെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയ വെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് നല്ലൊരു മെഡിസിനാണ്. അതേകൂട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടുമ്പോൾ നമുക്ക് ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടും. അത് കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട്. ടെൻഷൻ കൂടുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, അതേകൂട്ട് തന്നെ കോർട്ടിസോളിൻ്റെ ലെവലും പ്രൊഡക്ഷനും എല്ലാം കൂടുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെക്കും. അപ്പോൾ അതിനും കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാനും എല്ലാം നമുക്ക് ശംഖുപുഷ്പം ത്തിൻ്റെ ചായ കുടിക്കുന്നത്, അതേകൂട്ട് ഞാൻ ഈ പറഞ്ഞതുകൂട്ട് നമ്മൾ ഈ മെഡിസിൻ ജ്യൂസ് കൂട്ട് കഴിക്കുന്നതും എല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ എല്ലാവരും ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിക്കും, പക്ഷേ എങ്ങനെയത് കുടിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. എല്ലാവരും ഒരു 5-6 ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവേഴ്സ് എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടാണ് കുടിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത്. നമ്മൾ തലേ ദിവസം രാത്രിയിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 5-6 പുഷ്പങ്ങൾ എടുത്തിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് അടച്ചു വെക്കണം. അത് ഇരുന്നിട്ട് അതിനുള്ള കളേഴ്സും അതിൻ്റെ ഓക്സിഡൻസും എല്ലാം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഡേ എംപ്റ്റി സ്റ്റമക്കിൽ കുറച്ച് തേനും കൂടി ആഡ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം തേന് നമുക്ക് ഡയറക്റ്റ് ചൂടുവെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് തണുത്തതിന് ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല നോർമൽ വാട്ടർ ആവും. ആ ടൈമിൽ നമുക്ക് തേനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് സ്കിൻ ഡിസീസ്, ഈ ചൊറിച്ചിൽ, അതേപോലെ താരനുള്ളവർക്ക്, മുഖത്ത് പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടുള്ളവർക്ക്, അതേപോലെ റിങ്കിൾസ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഇതിന് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ് ഗ്ലോ കൂട്ടാനും പിന്നെ ടെൻഷൻസൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ടീ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഉറക്കക്കുറവിന് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 ഗ്ലാസ് നല്ല പശുവും പാലെടുക്കുക. പശുവും പാലിൻ്റെ കൂടെ 1 ഗ്ലാസ് സാദാ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5-10 നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവും കൂടി അതിനകത്തിട്ട് നല്ലതായിട്ട് തിളപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് വരെ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്കത് രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ്, അതേപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് കഴിക്കുന്നത് ഒരു 14 ദിവസം തൊട്ട് 21 ദിവസം വരെ കഴിക്കുന്നത് നമുക്ക് ഉറക്കക്കുറവിനും അതേകൂട്ടി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഉള്ള പ്രശ്നമുള്ള ആൾക്കാർക്കും കുടിക്കുന്നത് നല്ലതാണ്. അതേകൂട്ട് തന്നെ മുഖകാന്തിക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു 5-6 ഇതൾ
പുഷ്പം എടുക്കുക. അതിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ ചെറുപയറിൻ്റെ പൊടി എടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് അത് തനിയെ ഇരുന്ന് ഉണങ്ങാൻ സഹായിക്കുക. ഫാനിൻ്റെ കീഴിലോ അല്ലാതെ AC-യുടെ അവിടെ പോയിരുന്ന് ഉണക്കരുത്. നമുക്ക് തനിയെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് വേണം അത് ഉണക്കാൻ. ഒരു 20-25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിന് നോർമൽ വാട്ടറിൽ അതൊന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഐസ് ക്യൂബ് വെച്ചിട്ടൊരു ഫേസ് മസാജും എല്ലാം ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് വേഗം കുറയാൻ സഹായിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കിൻ വൈറ്റനിങ്ങും പിഗ്മെൻറ്റേഷൻ കുറയാനും എല്ലാം, അതേപോലെ സ്കിൻ റാഷസ്, ഇച്ചിങ്, റാഷസ് ഒക്കെ ഉള്ളതെല്ലാം കുറയാൻ ഇത് സഹായിക്കും. നല്ലൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ദിവസവും യൂസ് ചെയ്യുകയും ചെയ്യാം. അതേകൂട്ട് തന്നെയാണ് ഡാൻഡ്രഫ്, അതേകൂട്ട് തന്നെ തലയിൽ താരന ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാർ ശംഖുപുഷ്പത്തിൻ്റെ ഇപ്പോൾ ഉണങ്ങിയതായാലും മതി. നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല, ഉണങ്ങിയ പൂക്കളായാലും നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഉണങ്ങിയത് എടുത്ത് വെച്ച് ഒരു കുപ്പിയിൽ ഡ്രൈഡായിട്ട് നല്ല ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയതായാലും ഫ്രഷ് ആണെങ്കിലും എടുത്തിട്ട് 1-2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നല്ല രീതിക്ക് തണുത്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ വാഷ് ചെയ്താൽ നമുക്ക് ഡാൻഡ്രഫ്, തലയിലുണ്ടാവുന്ന ചൊറിച്ചിലും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഇത് നല്ലൊരു മെഡിസിനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് അസുഖം, ഇപ്പോൾ താരനാണോ, താരൻ എന്തുകൊണ്ടാണ് വന്നതെന്നും കൂടി നോക്കണം. ഇപ്പം നോർമലി ഉള്ള സ്കിൻ റാഷസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിതെല്ലാം യൂസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ താരനൊക്കെ നമുക്ക് നോർമലി ഗട്ട് റിലേറ്റഡ് ആയിട്ടും വരാറുണ്ട്. നമ്മുടെ വയറും കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് താരം വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡി കണ്ടീഷനും നിങ്ങൾക്ക് എന്താണ് ഹെൽത്ത് കണ്ടീഷൻ എന്നുള്ളത് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഇതിന് ശേഷം മാത്രമേ നിങ്ങളിതെല്ലാം നിങ്ങളുടെ ബോഡിയിൽ പരീക്ഷിക്കാവൂ. കാരണം നമുക്ക് ഒരു മെഡിസിനും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണമെന്ന് കറക്റ്റ് ഹെൽത്ത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം പരീക്ഷിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും അതേകൂട്ട് തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതുകൊണ്ട്, ശംഖുപുഷ്പത്തിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടും നമുക്ക് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്ക് ടെൻഷനും ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ കൂടുമ്പോൾ ഈ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കുന്ന നമ്മുടെ മെറ്റബോളിസത്തിന് മെറ്റബോളിക് ഫങ്ഷനും കൂടെ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടത്താൻ ശംഖുപുഷ്പം കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇത് നമുക്കൊരു നാച്ചുറൽ ഹെൽത്തി ഡ്രിങ്കായിട്ടും ശംഖുപുഷ്പത്തിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്മൂത്തി രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു 2-3 പഴമോ അല്ലെങ്കിൽ ആപ്പിള്, അതും ഇല്ലയെന്നുണ്ടെങ്കിൽ പേരയ്ക്ക എടുത്താലും മതി. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 10-15 ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ഇട്ടതിന് ശേഷം കുറച്ച് നമുക്ക് എള്ള് ആഡ് ചെയ്യാം. അതേകൂട്ട് തന്നെ നമുക്ക് പംകിൻ സീഡ്സ്, ചിയ സീഡ്സും എല്ലാം ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ദിവസവും രാവിലെ കഴിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയാനും നല്ലൊരു റെമഡി ആയിട്ട് യൂസ് ചെയ്യാം. ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവേഴ്സ് നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.